ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിര സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് കൂവ വിരകിയത് എന്നാണ്. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നാടൻ കൂവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അതേപോലെ ശർക്കര എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തിരുവാതിര വ്രതത്തിന് വേണ്ടിയത് സാധാരണ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കൂവ വിരകിയതാണ്, അതേപോലെ തന്നെ പുഴുക്കുണ്ടാക്കും, പപ്പടും, പഴം പുഴുങ്ങിയത്, ഇളനീര്, അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറ്. അരിഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. അതിലെ മെയിൻ ഡിഷായ കൂവ വിരകിയതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ നാടൻ കൂവ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട ഉടയണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നാടൻ കൂവപ്പൊടി ആയത് കാരണത്താൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ കൂവക്കിഴങ്ങിൻ്റെ തൊലികൾ ഉണ്ടാവും. അത് ഞാൻ അരിപ്പ അരിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൂവേൻ്റെ പൊടി വെള്ളത്തിൽ അലിയണ വരെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരേൻ്റെ അടിയിൽ കല്ലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതുവരെ നമ്മളെല്ലാം ചെയ്തത് ഗ്യാസ് ഓൺ ചെയ്യാതെയാണ് ചെയ്തിരുന്നത്. ശർക്കര ഉരുക്കി ഒഴിച്ചതിന് ശേഷം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്യാസ് ഓൺ ചെയ്യേണ്ടത്. പിന്നെ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ചു പോകും. അത് കാരണത്താൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നല്ല കട്ടിയാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഒപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും കൂടിയും ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ കൂവ ഏകദേശം കട്ടിയായി വരുന്നുണ്ട്. സൈഡിലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. തേങ്ങാക്കൊത്തുകൾ എല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടക്കണം. അപ്പോഴാണ് കാണാനും കഴിക്കാനും നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കൂവ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്കൊരു വാഴയിലേക്ക് സെർവ് ചെയ്യുക കേട്ടോ. അതിൻ്റെ മുന്നേ വാഴയിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കൂവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴും മാത്രമാണ് ഇത് നന്നായിട്ട് കട്ടിയായിട്ടൊരു ഹലുവ മാതിരി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമുക്കിതൊരു കട്ടിയായ ഫോമിൽ കിട്ടുള്ളൂ കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എത്താത്ത ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ നെയ്യ് തടവി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല നെയ്യിൻ്റെ ഫ്ലേവറായിരിക്കും ഇതിനുണ്ടാവുന്നത്. ഇത് നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.